നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ബിജെപി സ്ഥാനാർത്ഥി മനോജ് തിവാരി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി നടന്ന റോഡ് ഷോയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്തു. ഇത് മൂന്നാം തവണയാണ് മനോജ് തിവാരി നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ജനവിധി തേടുന്നത്. 2 തവണയും ആധികാരിക ജയം. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 3,66,000. ഭോജ്പൂരി ചലച്ചിത്ര താരം കൂടിയായ മനോജ് തിവാരിക്ക് വൻ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ. ഡൽഹിയിലെ 7 സിറ്റിംഗ് എംപിമാരിൽ ബിജെപി വീണ്ടും ടിക്കറ്റ് നൽകിയത് മനോജ് തിവാരിക്ക് മാത്രം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി പടുകൂറ്റൻ റോഡ് ഷോ. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഡൽഹി ബിജെപി അധ്യക്ഷൻ വീരേന്ദർ സച്ദേവ എന്നിവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. യമുന വിഹാറിൽ നടന്ന റോഡ് ഷോയിൽ 100 കണക്കിന് ബിജെപി പ്രവർത്തകരും പങ്കെടുത്തു. 3 തവണ ഡൽഹി മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ കരുത്തയായ നേതാവുമായ ഷീലാ ദീക്ഷിതിനെയാണ് 2019 മനോജ് തിവാരി ഇവിടെ പരാജയപ്പെടുത്തിയത്. JNUവിൽ രാഷ്ട്രവിരുദ്ധ മുദ്രാവാക്യം മുഴക്കി കുപ്രസിദ്ധനായ കന്നയ്യ കുമാറാണ് ഈ തവണ മനോജ് തിവാരിയുടെ ഈ മണ്ഡലത്തിലെ എതിരാളി. ഈ മാസം 25-നാണ് ഡൽഹിയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.